ഭക്ഷണം തൊണ്ടയിലോ ശ്വാസനാളത്തിലോ കുടുങ്ങിയാൽ എന്തു ചെയ്യും? ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയങ്ങളിൽ തൊണ്ടയിൽ കുടുങ്ങുക എന്നുള്ളത് പലപ്പോഴും നമ്മളോ നമ്മുടെ പരിചയത്തിലുള്ളവരൊക്കെ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഗുരുതരമായ സാഹചര്യമാണ് അതെങ്കിലും അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എത്ര പേർക്കറിയാം? അടുത്തിടെ കണ്ണൂരിൽ നിന്ന് അത്തരമൊരു ദൃശ്യം പുറത്തു വന്നത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കൃത്യമായ ഇടപെടലായിരുന്നു അന്ന് ആ കുട്ടിയുടെ ജീവന് രക്ഷയായത്. കുട്ടികൾക്കാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം അധികമായി നേരിടേണ്ടി വരിക. നമ്മൾ അമാന്തിക്കുന്ന ഓരോ നിമിഷവും അവസ്ഥ ഗുരുതരമാകാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫസ്റ്റ് എയ്ഡ് പ്രോട്ടോകോൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇംഡത്ത്. സ്വാഗതം. പുറമേ നിന്നുള്ള വസ്തു, അത് ഭക്ഷ്യവസ്തുവാകാം, പ്ലാസ്റ്റിക് ആകാം, അങ്ങനെ എന്തുമാകാം, അത് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളെയാണ് ചോക്കിംഗ് എന്ന് വിളിക്കുന്നത്. തൊണ്ടയിൽ കുടുങ്ങുക എന്ന് സാധാരണയായി നമ്മൾ പറയും. കുഞ്ഞുങ്ങളാണ് മിക്കപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ കൂടുതലായി നേരിടേണ്ടി വരിക. ചിലപ്പോൾ ഭക്ഷ്യവസ്തുക്കളായിരിക്കാം, കളിപ്പാട്ടത്തിന്റെ ഭാഗങ്ങളായിരിക്കാം, നാണയങ്ങളായിരിക്കാം. കുട്ടികൾ അവരുടെ കളിയുടെ ഭാഗമായി ചെയ്യുന്നതുമായിരിക്കാം. പക്ഷേ വളരെ അപകടകരമായ സാഹചര്യമാണ് അത് സൃഷ്ടിക്കുക. ഭക്ഷണമോ മറ്റ് വസ്തുക്കളോ വീണ്ടും ശ്വാസനാളത്തിനുള്ളിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോയാൽ അവസ്ഥ വളരെ മോശമാകും. അത്തരം സാഹചര്യങ്ങളെ കൂടുതൽ അപകടകരമാക്കുന്നത് പലപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാനുള്ള സമയം പോലും ലഭിക്കാറില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കുന്നയാൾ ഉടനടി ഫസ്റ്റ് എയ്ഡ് നൽകാത്ത പക്ഷം ജീവന് തന്നെ ആപത്താണ്. ഹൈംലിക് മാനുവർ എന്ന ടെക്നിക്കാണ് ഈ അവസരങ്ങളിൽ പ്രയോഗിക്കേണ്ട ശാസ്ത്രീയ രീതി. ഡോക്ടർ ഹെൻറി ഹൈംലിക് എന്ന അമേരിക്കൻ ഡോക്ടറാണ് ഈ വിദ്യ വികസിപ്പിച്ചത്. 1960കളിൽ അമേരിക്കയിൽ സംഭവിക്കുന്ന അപകട മരണങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ചോക്കിംഗ് ആയിരുന്നു. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങുന്ന സാഹചര്യങ്ങളിൽ പുറത്തടിക്കുക എന്ന രീതിയായിരുന്നു അതുവരെ അവർ സ്വീകരിച്ചു പോന്നിരുന്നത്. അത് ശരിയായ രീതി അല്ലാതിരുന്നത് കൊണ്ട് തന്നെ മരണസംഖ്യയും കൂടുതലായിരുന്നു. പിന്നീട് 1974ലാണ് ഡോക്ടർ ഹെൻറി ഹൈംലിക് ഈ പ്രശ്നത്തിനൊരു പരിഹാരമെന്നോണം ഹൈംലിക് മാനുവർ എന്ന വിദ്യ വികസിപ്പിക്കുന്നത്. ആദ്യത്തെ 10 വർഷക്കാലം ഈ രീതി അംഗീകരിക്കാൻ അന്നത്തെ വൈദ്യസമൂഹം തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് ചോക്കിങ്ങിന് പരിഹാരമായി ലോകമെമ്പാടും പിന്തുടരുന്ന രീതിയാണ് ഹൈംലിക് മാനുവർ. ഇനി അതെങ്ങനെയാണ് എന്ന് നോക്കാം. ശ്വാസതടസ്സം അനുഭവപ്പെടുന്നയാളുടെ പിന്നിലായി നിന്ന് 2 കൈയും ഉപയോഗിച്ച് രോഗിയെ ചുറ്റിപ്പിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പൊക്കിളിന് 2 ഇഞ്ച് മുകളിലായി വേണം പിടിക്കാൻ. ശേഷം ഒരു കൈ മുഷ്ടി ചുരുട്ടി മറ്റേ കൈ അതിന് മുകളിലായി വെക്കുക. എന്നിട്ട് വയറിലേക്ക് ബലം കൊടുക്കുക. മുഷ്ടി അകത്തേക്കും മുകളിലേക്കും നീങ്ങുന്ന രീതിയിലായിരിക്കണം അമർത്തേണ്ടത്. ശ്വാസനാളത്തിൽ കുടുങ്ങിയ വസ്തു പുറത്ത് വരുന്നതുവരെ ഇത് ചെയ്യുക. കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വന്നാലോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ ശ്വാസമെടുക്കാനോ കഴിഞ്ഞാലോ ഈ പ്രക്രിയ നിർത്താം. ഈ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ലെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ഇനി അയാൾ അബോധാവസ്ഥയിലാണെങ്കിൽ മിക്കവാറും ഹൃദയസ്തംഭനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഉടൻ CPR അതായത് നെഞ്ചമർത്തി വായിലൂടെ ശ്വാസം നൽകുന്ന ജീവൻ രക്ഷാമാർഗം തുടങ്ങണം. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും വേണം. ഗർഭിണികൾ, അമിത വണ്ണമുള്ളവർ എന്നിവർക്കാണ് ശുശ്രൂഷ വേണ്ടതെങ്കിൽ വയറിനേക്കാൾ നെഞ്ചിലമർത്തുന്ന രീതിയാണ് നല്ലത്. ഇനിയിപ്പോൾ അടുത്താരുമില്ലെങ്കിൽ സ്വയം 2 കൈയും ഉപയോഗിച്ച് ഈ രീതി തുടരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കസേരയിലോ മറ്റോ വയർ ചേർത്ത് വെച്ചുകൊണ്ടും ഇത് ചെയ്യാം. 1 വയസ്സിന് താഴെയുള്ളവരിൽ ഹൈംലിക് മാനുവർ ചെയ്യാൻ പാടില്ല. 1 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ മടിയിൽ കിടത്തുകയോ ഇരുത്തുകയോ ചെയ്ത ശേഷം നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് അമർത്തുകയാണ് വേണ്ടത്. കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അമിതമായി ബലം പ്രയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തി കൈപ്പത്തിയുടെ ചുവട് ഭാഗം ഉപയോഗിച്ച് പുറത്ത് തട്ടിക്കൊടുക്കുകയും ചെയ്യാം. അടുത്തിടെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ന്യൂറോ സർജൻ ഡോക്ടർ മനോജ് വെള്ളനാട് ഹൈംലിക് മാനുവറിനെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചിരുന്നു. കുട്ടികളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്നതിൽ തിരൂർ ഫയർഫോഴ്സും വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്.